നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രാവിലെ കിടന്ന് ബെല്ലടിച്ച് ഉറങ്ങുന്നവരെ കൂടി ഉണർത്തിക്കോളും. ഹലോ, ഇത് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റലാ. നിങ്ങൾ എത്ര നേരമായിട്ട് വിളിക്കുന്നു? എന്താ ഫോൺ എടുക്കാത്തെ? അയ്യോ, ഞാൻ കേട്ടില്ലായിരുന്നു. ആരെയാ വിളിക്കുന്നത്? ഞാൻ കുളിക്കുകയായിരുന്നു, അതാ കേൾക്കാഞ്ഞത്. ഞാൻ ഈ ആശുപത്രിയിലെ നേഴ്സാ. നിധി മാഡം അല്ലേ സംസാരിക്കുന്നേ? അതെല്ലോ. എന്താ സിസ്റ്ററെ കാര്യം? നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണം. അയ്യോ, എന്താ സിസ്റ്ററെ? നിർമ്മലാന്റിക്ക് എന്തേലും വയ്യായികയുണ്ടോ? വയ്യായികയല്ല മാഡം, അല്പം സീരിയസാ. ക്രിട്ടിക്കലാണെന്ന് തന്നെ പറയാം. ക്രിട്ടിക്കലാണെന്നോ? പെട്ടെന്ന് എന്താ പറ്റിയത്? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? നിർമ്മലാന്റിയെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ? ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം സിസ്റ്ററെ. എന്താ നിധി, എന്താ പ്രശ്നം? അത് പിന്നെ നിർമ്മലാന്റിക്ക് കുറച്ച് സീരിയസ് ആണെന്ന്. വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇന്ന് പോയിട്ട് വരാം ഗൗതം. നിധി നിക്ക്, നീ തനിച്ചു പോണ്ട, ഞാൻ കൂടെ വരാം. ഏയ് അത് വേണ്ട ഗൗതം. ഗൗതം റെഡി ആയിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. ഞാൻ പോയിട്ട് വന്നോളാം. ഓഫീസിൽ ഇന്ന് അത്ര തിരക്കുള്ള ദിവസമൊന്നുമല്ല, ഞാനും കൂടി വരാം. സീരിയസ് ആണെങ്കിൽ വേണ്ട ചെയ്യണ്ടേ? ഏയ് വേണ്ട ഗൗതം, അത്ര കുഴപ്പമൊന്നുമില്ല. അതല്ല നിധി, ഇന്നലെ രാത്രി ഞാൻ നിർമ്മലാമ്മയെ സ്വപ്നം കാണുകയും ചെയ്തു. ഒരു മോശം കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. പാവം, എന്തെങ്കിലും പറ്റിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് നിർമ്മലാമ്മയെ ഒന്നുകൂടെ കാണണം. ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം. അല്ല, നിർമ്മലാന്റിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ കോള് വന്നു. ആന്റിക്ക് സീരിയസ് ആണെന്ന്. വേഗം അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞാ വിളിച്ചത്. ഞാനും ഗൗതവും കൂടി അങ്ങോട്ട് പോവാ. നീയും ഗൗതവും കൂടിയോ? അവനെന്തിനാ? നീ തനിച്ചു പോയാ മതി. സത്യം പറഞ്ഞ ഗൗതമിനെ അറിയിക്കുക പോലും ചെയ്യാതെ ആശുപത്രിയിലേക്ക് പോവാന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ സിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത് ഗൗതം കേട്ടു. എന്റെ കൂടെ വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യും അമ്മ? എന്തൊക്കെ വിനകളാ നിധി നീ വരുത്തി വെക്കുന്നത്? ആശുപത്രിയിൽ നിന്ന് വിളിച്ചപ്പോ നിനക്ക് മാറി നിന്ന് സംസാരിച്ചുകൂടായിരുന്നോ? അല്ലാതെ തന്നെ ഗൗതമിനോട് എല്ലാ സത്യവും തുറന്നു പറയുന്നു പറഞ്ഞ് നിർമ്മല എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഈ അവസ്ഥയില് ഗൗതമിനെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്താലോ? അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ? ഉറപ്പാ. വേണ്ട, ഗൗതമിനെ കൊണ്ടുപോടാൻ നീ തനിച്ചു പോയാ മതി. ഞാൻ എന്ത് പറഞ്ഞ് ഗൗതമിനെ ഒഴിവാക്കും അമ്മ? വരണ്ടെന്ന് തീർത്ത് പറഞ്ഞ ഗൗതമിന് സംശയം കൂടുതലേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ കൂടെ ഉണ്ടല്ലോ. നിർമ്മല എന്റെ ഗൗതമിനോട് ഒന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? പോണ്ട നമുക്ക്. ഞാൻ അമ്മയോട് കാര്യം പറയാൻ വേണ്ടി വന്നതാ. അമ്മേ, ഞങ്ങളൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. വേണ്ടി വന്ന നിർമ്മലമ്മ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാമല്ലോ. അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അതിനിപ്പം നീ പോണമെന്നുണ്ടോടാ മോനെ? വീട്ടിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ ഓഫീസിൽ 100 കൂട്ടം തിരക്കുകൾ പറയുന്നവനല്ലേ നീ? നീ നിന്റെ കാര്യം നോക്ക്. ഇതും എന്റെ കാര്യം തന്നെയല്ലേ അമ്മേ. സാരമില്ല അമ്മേ, നിർമ്മലാമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? ഒരു മോനുള്ളത് എവിടെയാണെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ തന്നെ അവസാന നിമിഷം ഞങ്ങളെങ്കിലും അടുത്തുണ്ടാവണ്ടേ? അമ്മ എന്ത് ഈ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. പിന്നെ നിധി, നിനക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ വേഗം പോയിട്ട് വാ, ഞാൻ കാർ എടുക്കാം. അമ്മേ, പോയിട്ട് വരാം.